ടൈം ബക്സിൽ 650 കിട്ടിയ ഒരു സർവേ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ബിറ്റ് ലാബ്സിൻ്റെ ഒരു സർവേ ആണത്. നിങ്ങൾ ഇതിൽ ഏതെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാം സെലക്ട് ചെയ്തോളൂ കേട്ടോ. ഏതാണ് അവർക്ക് വേണ്ടതെന്നറിയില്ല. അവർക്ക് വേണ്ടിയതിപ്പോൾ ഫേഷ്യലിനെ പറ്റിയിട്ടാണെന്നുണ്ടെങ്കിൽ ഫേഷ്യലിനെ പറ്റിയുള്ള ക്വസ്റ്റ്യൻസ് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫേഷ്യൽ ടിക്ക് ചെയ്തിരിക്കണം. അതുകൊണ്ട് നമ്മൾ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ എല്ലാം ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഈ സർവേ വന്നിരിക്കുന്നത് ഹെയർ റിമൂവൽ പ്രോഡക്ട്സിനെ പറ്റിയിട്ടാണ്. അപ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശമൊക്കെ ഫുള്ള് വായിച്ച് നോക്കണമെന്നൊന്നുമില്ല, ഏകദേശമൊക്കെ ഒന്ന് ടിക്ക് ചെയ്ത് പോയിക്കോളി. ഐ ഡു നോട്ട് യൂസ് ഹെയർ പ്രോഡക്ട്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തത് കേട്ടോ. പിന്നെ ഏകദേശം ഏതൊക്കെ ബ്രാൻഡുകളാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ പറയുന്ന അത്രയും നിങ്ങൾ ക്ലിക്ക് ചെയ്തോളി. അധികം വീറ്റിനെ പറ്റിയിട്ടൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരാം. അപ്പോൾ വീറ്റ് നമ്മൾ മസ്റ്റായിട്ടും ടിക്ക് ചെയ്തിരിക്കണം. ടൈം ബോക്സിൽ അധികവും വരുത്ത് ക്രീം, ഫേഷ്യൽ ക്രീംസ് ഏതൊക്കെ ബ്രാൻഡുകളാണ് നിങ്ങൾ ഉപയോഗിക്കൽ, പിന്നെ ഷോപ്പിങ്ങിൻ്റെ ഏതൊക്കെ സൈറ്റുകളാണ് ഉപയോഗിക്കൽ, നമ്മളെങ്ങനെയാണ് പർച്ചേസ് ചെയ്യാമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അധികം ഓൺലൈൻ കൊടുത്തോളൂ കേട്ടോ. അപ്പോൾ ഓൺലൈൻ സൈറ്റ്സിനെ പറ്റിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരും. ഓൺലൈൻ സൈറ്റ്സിൽ നമ്മൾ മസ്റ്റായിട്ടും ഫ്ലിപ്കാർട്ട്, ആമസോണ്, പിന്നെ അജിയോ അങ്ങനെയുള്ള ഷോപ്പിംഗ് സൈറ്റ്സുകളൊക്കെ നമ്മൾ സെലക്ട് ചെയ്യണം. ഇനി ബാക്കി ഞാൻ ഈ സർവേ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നിങ്ങൾ നോക്കിക്കോളൂ കേട്ടോ. ഇതിൽ ചെയ്ത പോലെ എന്താന്ന് എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നതെന്നൊക്കെ നോക്കി മനസ്സിലാക്കിയിട്ട് ഇതുപോലെയൊക്കെ സർവീസ് വന്നിട്ടുണ്ടെങ്കിൽ അതുപോലെ ടൈപ്പ് ചെയ്യേണ്ടതാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ ടൈപ്പ് ചെയ്തിട്ടാൽ മതി. ഞാനിപ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തതിൻ്റെ ഒരു സൗണ്ട് ഇട്ടില്ല. ഏതെങ്കിലും ഫോട്ടോസൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉള്ള ഉപകാരം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ടൈപ്പ് ചെയ്യുന്നതിന് പകരം നേരെ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ഇല്ലേ, അതിലേക്ക് സെലക്ട് ചെയ്തിട്ട് ഈ ക്യാമറ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് അവിടെ നമ്മളിപ്പം സെലക്ട് ചെയ്ത ഫോട്ടോ ഏതാണെന്ന് വെച്ചാൽ അത് ടിക്ക് ചെയ്തിട്ട് അവിടെ ഒന്ന് സെലക്ട് ചെയ്ത് കോപ്പി അടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ടൈപ്പ് ചെയ്യാതെ കഴിച്ചിലാവും. പിന്നെ നമുക്കിത് വെറുതെ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്തിട്ട് കോപ്പി അടിച്ചിട്ട് നേരെ ആ ബോക്സിൽ കൊണ്ടുപോയിട്ട് പേസ്റ്റ് ചെയ്താൽ മാത്രം മതി. എനിക്ക് ഈ ഒരു ടൈം ബോക്സിൻ്റെ സൈറ്റിൽ നിന്ന് മാത്രം കിട്ടിയിട്ടുള്ളത് 20,000 രൂപയാണ് കേട്ടോ. വെറുതെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഇതിലൊക്കെ കളിച്ചിരിക്കുന്ന നേരം കൊണ്ട് കുറച്ച് നേരം സർവേ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ പൈസ ഉണ്ടാക്കാം.